ഹായ് ഹലോ, എൻ്റെ പേര് അശ്വിൻ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 13,000 രൂപയ്ക്ക് താഴെയുള്ള ബെസ്റ്റ് 3 ഗെയിമിംഗ് സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്നും അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ്. സോ ഇനി ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഗായ്സ്, അപ്പോൾ നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായി വരുന്നത് ഷവോമി ഇറക്കിയ പോക്കോ M3 എന്ന ഫോണാണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേ വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. ക്യാമറയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫ്രണ്ട് ക്യാമറ വരുന്നത് വെറും 8 മെഗാ പിക്സൽ മാത്രമാണ്. അതുമല്ല, നമ്മുടെ ബാക്ക് ക്യാമറ വരുന്നത് 48 MB വരുന്നുണ്ട്. 48 MB ഉണ്ടെങ്കിലും അത്ര ക്വാളിറ്റി ഇല്ല, ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് വരെ നോക്കാനുള്ളത് പ്രോസസ്സറിൻ്റെ ഭാഗത്താണ്. പ്രോസസ്സർ വരുന്നത് കോൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 662 എന്ന പ്രോസസ്സറാണ്. നമ്മുടെ പ്രോസസ്സർ അത്ര പുതിയല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിംഗ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പോക്കോ M3 എന്ന ഈ ഫോണിൽ വരുന്നത് 6000 mAh ബാറ്ററിയാണ്. സോ നല്ലൊരു ബാറ്ററി ബാക്കപ്പ് തന്നെ ഈ ഫോൺ തരുന്നുള്ളതിന് ഒരു സംശയം വേണ്ട. ആൻഡ്രോയിഡ് വെർഷൻ വരുന്നത് ആൻഡ്രോയിഡ് 10 ആണ്. പോക്കോ M3യുടെ 3 വേരിയൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6GB 128GB ഇൻ്റർണൽ സ്റ്റോറേജ്, അതിന് വരുന്നത് 12,999 രൂപയാണ്. അതുപോലെ സെക്കൻഡ് വേരിയൻ്റ് ആയ 6GB 64GB ഇൻ്റർണൽ സ്റ്റോറേജിന് വരുന്നത് 11,999 രൂപയാണ്. മൂന്നാമത്തെ വേരിയൻറ്റ് 4GB 64GB ഇൻ്റർണൽ സ്റ്റോറേജ് ആണ്. അതിന് വരുന്നത് 10,999 രൂപയാണ്. അപ്പോൾ ഓവറോൾ ഈ ഫോൺ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഡീസൻറ്റ് ഗെയിമിംഗ് ഫോൺ തന്നെയാണെന്ന് പറയാം നമ്മുടെ ഈ പോക്കോ M3. സോ ഗായ്സ്, നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായി വരുന്നത് ഇൻഫിനിക്സിൻ്റെ നോട്ട് 10 എന്ന ഫോണാണ്. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേയുടെ ഭാഗത്ത് വരുന്നത് 6.95 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്. സോ നോർമൽ ഫോണിനെക്കാട്ടി ഇച്ചിരി വലുപ്പം കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഫോണിൻ്റെ ക്യാമറ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ക് ക്യാമറ വരുന്നത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പിൽ 48 MB പ്രൈമറി ക്യാമറയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ക്യാമറ ഈ ഫോൺ തരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 16 മെഗാ പിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. സോ നല്ല കിടിലം ഫ്രണ്ട് ക്യാമറ ആവാനാണ് സാധ്യത. ഈ ഫോണിൻ്റെ ബാറ്ററി വരുന്നത് 5000 mAh ആണ്. സോ ഒരു നോർമൽ ബാറ്ററി ബാക്കപ്പ് തന്നെ ഈ ഫോൺ തരും. ഈ ഫോണിലെ OS വരുന്നത് ആൻഡ്രോയിഡ് 11 ആണ്. സോ ഇൻഫിനിക്സ് ലാറ്റസ്റ്റ് ആൻഡ്രോയിഡ് വെർഷൻ തന്നെ ഈ ഫോണിന് കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 2 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇൻഫിനിക്സ് നോട്ട് 2ൻ്റെ 4GB 64GB സ്റ്റോറേജും അതിന് 10,999 രൂപയാണ് വരുന്നത്. പിന്നീടുള്ളത് 6GB റാമും അതുപോലെ 128GB ഇൻ്റർണൽ സ്റ്റോറേജുള്ള വേരിയൻ്റ് ആണ്. ഇതിന് വരുന്നത് 12,500 രൂപയാണ്. അപ്പോൾ ഓവറോൾ ഈ ഫോൺ എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഈ ഒരു പ്രൈസ് റേഞ്ചിലുണ്ടല്ലോ നല്ലൊരു കിടിലൻ ഗെയിമിംഗ് ഫോൺ തന്നെയാണ് ഇൻഫിനിക്സിൻ്റെ നോട്ട് 10. അപ്പോൾ അടുത്ത നമ്മുടെ ലിസ്റ്റിൽ വരുന്നത് റിയൽമിയുടെ നാർസോ 30 എന്ന ഫോണാണ്. അപ്പോൾ ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡിസ്പ്ലേയുടെ ഭാഗത്ത് വരുന്നത് 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സോ അടുത്തതായി നോക്കാനുള്ളത് പ്രോസസ്സറാണ്. പ്രോസസ്സർ വരുന്നത് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G95 എന്ന പ്രോസസ്സറാണ്. ആക്ച്വലി ഇതൊരു ഗെയിമിംഗ് പ്രോസസ്സറാണ്. സോ നല്ലൊരു ഗെയിമിംഗ് പെർഫോമൻസ് തന്നെ ഈ ഫോൺ നമുക്ക് തരുന്നതാണ്. അടുത്തതായി നോക്കാനുള്ളത് ക്യാമറ ഫീച്ചേഴ്സാണ്. ബാക്ക് ക്യാമറ വരുന്നത് 48 MB ട്രിപ്പിൾ ക്യാമറയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നല്ലൊരു ക്യാമറ ക്വാളിറ്റി ഈ ഫോൺ തരുന്നുണ്ട്. അതുപോലെ ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 മെഗാ പിക്സലാണ്. സോ കുഴപ്പമില്ലാത്തൊരു ക്യാമറ ക്വാളിറ്റി ഫോണിലുണ്ട്. ഇതിൻ്റെ ബാറ്ററി നോക്കുന്ന സമയത്ത് 5000 mAh ആണ് ഇതിൻ്റെ ബാറ്ററി കപ്പാസിറ്റി വരുന്നത്. റിയൽമി നാർസോ 30യുടെ 3 വേരിയൻ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 6GB 64GB ഇൻ്റർണൽ സ്റ്റോറേജും അതുപോലെ 4GB 64GB ഇൻ്റർണൽ സ്റ്റോറേജ്, കൂടാതെ 6GB റാമും 128GB ഇൻ്റർണൽ സ്റ്റോറേജും വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രൈസ് നോക്കുന്ന സമയത്ത് 6GB 128GB ഇൻ്റർണൽ സ്റ്റോറേജിന് വരുന്നത് 15,500 രൂപയാണ്. അത് 10,000-ന് മുകളിൽ കിടക്കുന്നുണ്ട്. 6GB റാമും അതുപോലെ 64GB ഇൻ്റർണൽ സ്റ്റോറേജും ആണെങ്കിൽ 14,500 രൂപ വരുന്നുണ്ട്. അതുപോലെ 4GB റാമും 64GB ഇൻ്റർണൽ സ്റ്റോറേജിനും വരുന്നത് 13,500 രൂപയാണ്. OS ആയിട്ട് വരുന്നത് ആൻഡ്രോയിഡിൻ്റെ ലാറ്റസ്റ്റ് വെർഷനായ ആൻഡ്രോയിഡ് 11 തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്ന 3 ഫോണിൻ്റെയും ബേസിക് ഫീച്ചേഴ്സൊക്കെ പറഞ്ഞു തീർത്തിട്ടുണ്ട്. ഇനി ഈ 3 ഫോണും കൂടി വെച്ചൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ 3 ഫോണിൻ്റെയും ഫീച്ചേഴ്സൊക്കെ ഞാൻ അവിടെ കമ്പയർ ചെയ്ത രീതിയിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇതിൽ ഏത് ഫോൺ വേണമെങ്കിലും വാങ്ങാം. 13,000 രൂപയ്ക്ക് താഴെയുള്ള ഫോണാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് പറഞ്ഞത്. സോ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയ അടിപൊളി വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതാണ്.